റമദാനാ വരാൻ പോണത്. സാന്ദർഭികമായിട്ട് പറയാൻ തറാവീഹ് എത്ര അനുസ്കരിക്കേണ്ടതെന്ന് ഇങ്ങനെ ചർച്ച ചെയ്ത് നേരം കൊല്ലാൻ പോകുന്നുണ്ട് കുറെ ആൾക്കാർ. കുറേ പറഞ്ഞ തന്നെ പിന്നെയും പറയാൻ പോകുന്നുണ്ട്, കേൾക്കാൻ പോകുന്നുണ്ട് കുറെ ആൾക്കാർ. ഒറ്റ കാര്യം പറഞ്ഞുതരാം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 20 നിസ്കരിച്ചു എന്നത് സ്വഹീഹായ, ആർക്കും ഇല്ല എന്ന് പറയാൻ പറ്റാത്ത, ദഈഫാണെന്ന് പറയാൻ പറ്റാത്ത പ്രബലമായ കിടിലൻ ഹദീസാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തറാവീഹ് 20 നിസ്കരിപ്പിച്ചു, ഇമാമായി നിർത്തി മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെ. എന്റെ ഖലീഫ ചെയ്യുന്ന സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോ, നിങ്ങൾക്ക് പിഴക്കൂല. നമ്മൾ എങ്ങനെ പഴച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നിസ്കരിച്ചു, 8 12 നീ വേണ്ടത് നിസ്കരിച്ചോ. 20 ചെയ്യുന്നവരോട് വേണ്ടാന്ന് നീ പറയല്ല. എന്തേ? അവർ പിൻപറ്റുന്നത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഉമറുൻ ഫിൽ ജന്ന, ഈ ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് അശ്റഫുൽ മുബശ്ശരീൻ, സ്വർഗ്ഗം കൊണ്ട് കരാർ അള്ളാഹുവിന്റെ റസൂൽ സന്തോഷ വാർത്ത കൊടുത്ത 10 ഒരാളാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു. അങ്ങനത്തെ ഒരാൾ ദീനിലില്ലാത്തത് ചെയ്യുമോ? ഇത് മുഅ്മിനീങ്ങൾക്കറിയാം. അതുകൊണ്ട് നീ 8 നിസ്കരിച്ചോ, സലാം വീട്ടിൽ നീ ഓടിക്കോ, ഒരു കുഴപ്പം നമുക്കില്ല. 20 ചെയ്യുന്നവരെ നീ കളിയാക്കല്ല, ഇവർക്കൊന്നും തിരിയില്ല എന്നും പറയല്ല. 4 മദ്ഹബിന്റെ ഇമാമമാർ 20 നിശ്ചയിച്ചത് അല്ലേ? മക്കത്ത് മദീനത്തില്ലേ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തറാവീഹ് മാത്രം ഉണ്ടില്ല, ബാക്കിയൊക്കെ അവർ പറയും. എന്തേ? അവിടെ 4 മദ്ഹബിന്റെ ഇമാമമാർ ഏകകണ്ഠേന ഈ ഉമ്മത്തിന്റെ ആദ്യകാലം മുതൽ അങ്ങനെയാ പോരുന്നത്. അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും നമുക്ക് ആ വിഷയത്തിൽ ഹദീസ് കിട്ടിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് 8 പറഞ്ഞു. അവർ പറഞ്ഞത് തറാവീഹിനെ കുറിച്ചല്ല, ഖിയാമുൽ ലൈലിനെ കുറിച്ചാണ്. തറാവീഹ് 20 അത് ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിപ്പിച്ചു, ഉറപ്പാണ്, അതിന് സംശയമില്ലല്ലോ. ഇല്ല, നമ്മൾ സ്വീകരിക്കുന്നത് വസുന്നത്തി ഖുലഫാഇ അർ-റാഷിദീൻ അൽ-മഹ്ദിയീൻ, എന്റെ ഖലീഫമാർ അവർ ചെയ്തത് നിങ്ങൾ ചെയ്തോളൂ. ജുമുഅക്ക് 2ാമത്തെ വാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്. അത് ഇന്നും നടക്കുന്നില്ല. എന്തേ? അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ എന്റെ ഖലീഫമാർ ചെയ്തത് പിൻപറ്റിയേക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ആജ്ഞ. അതുകൊണ്ട് ഇന്നും ആ 2 വാങ്ക് ജുമുഅക്ക് വിളിക്കുന്നുണ്ട്. എന്തേ? റസൂലുള്ളാഹിന്റെ ഖലീഫമാരുടെ ചര്യയാണ്. ഇത്ര മനസ്സിലാക്കിയാൽ കുറെ ഒച്ചപ്പാടിന് നമ്മളെ എനർജി സേവ് ചെയ്തൂടെ? എന്തിനാണ് ഒച്ചപ്പാടുണ്ടാക്കുന്നത്? എന്തിനാണ് നമ്മൾ ദീനിന്റെ വിഷയത്തിൽ അറിയാത്തത് ഇടപെട്ട് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് കാണിച്ചു തന്ന പച്ചയായ ദീൻ മുമ്പിലുണ്ടായിരിക്കെ നമുക്കറിയുന്നതും അറിയാത്തതും കൂട്ടി മിക്സ് ചെയ്ത് സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.